ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ടെക് വീഡിയോ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ മൈക്രോമാക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി കേട്ടിട്ടുള്ളവർ കാണാം, ചിലപ്പോൾ ആ ഫോൺ ഉപയോഗിച്ചിട്ടുള്ളവർ കാണാം. സോ പൊതുവേ ഞാൻ മൈക്രോമാക്സ് എന്ന ഒരു കമ്പനിയുടെ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത്, അതായത് ആ സമയത്ത് സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡഡ് കമ്പനിയെ പോലും ഓവർടേക്ക് ചെയ്ത് ആ ഒരു സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാസ് കമ്പനിയായിരുന്നു മൈക്രോമാക്സ്. സോ അതിനുശേഷം BBR എന്ന് പറയുന്ന ഒരു ചൈനീസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആ ഫോണുകളും ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഈ മൈക്രോമാക്സ് എന്ന് പറയുന്ന കമ്പനി താറുമാറായത്. സോ ഇതിൻ്റെ പക്ക റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഫോണായിട്ടുള്ള മൈക്രോമാക്സ്, ഇന്ത്യൻ കമ്പനി. സോ ഈ ഒരു ഫോൺ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി 2 ഫോണുകളാണ് ഗൈസ് ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതിലെ 2 ഫോണിൻ്റെയും ക്വിക്ക് റിവ്യൂ ആൻഡ് സ്പെസിഫിക്കേഷൻ കാണാം ഗൈസ്. വീഡിയോയിൽ കിടക്കാം. ഈ മൈക്രോമാക്സ് കമ്പനി 2 ഫോണുകളാണ് ഗൈസ് ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. IB എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഒരു സൂപ്പർ ഫോണും, അതുപോലെ തന്നെ Note 1 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിങ്, അതായത് ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്ന ആ ഒരു ഫോണും കൂടിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ 2 ഫോണിൻ്റെയും സ്പെസിഫിക്കേഷൻ കാണാം. ആദ്യം നമ്മൾ 1B എന്ന് പറയുന്ന ഫോൺ ചെറിയൊരു ക്വിക്ക് സ്പെസിഫിക്കേഷൻ കാണാം. സോ ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള മാർക്കറ്റിൽ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. സോ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ മൈക്രോമാക്സ് കമ്പനിയും ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണിലേക്ക് 2 ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ 2GB വേരിയൻറ്റും 4GB വേരിയൻറ്റുമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ 2GB വേരിയൻറ്റ് വില വെറും 7000 രൂപയാണ്. സോ അതിന് ആ വിലയുടെ സ്പെസിഫിക്കേഷൻ ഇവിടെ പറയാം. സോ ഇതിൻ്റെ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബാക്ക് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 MB മെയിൻ ക്യാമറയും 2 MB ഡെപ്തുമാണ് തന്നിരിക്കുന്നത്. സോ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ ക്യാമറ. സോ ഇതിൻ്റെ റിയർ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ 8 MB ക്യാമറയും വിത്ത് ഫ്ലാഷോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതേ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 5000 mAh ഒരു സൂപ്പർ ബിഗ് കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ വളരെ സൂപ്പറായിട്ട് നമുക്ക് പെർഫോമൻസ് കിട്ടുമെന്ന് യാതൊരു ഡൗട്ടും വേണ്ട. സോ അതുപോലെ തന്നെ ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള പ്രോസസ്സർ MediaTekൻ്റെ G35 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ MediaTekൻ്റെ G35 എന്ന പ്രോസസ്സ് എങ്ങനെയുണ്ടെന്ന് പെർഫോമൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കൊള്ളാം എന്ന് പറയാം, ഡീസൻ്റായിട്ട്. സോ നമുക്ക് ഓവർ പ്രതീക്ഷയും വേണ്ട, ഒത്തിരി ഡൗൺ ചെയ്ത് പറയാൻ പറ്റില്ല. സോ ഇതിൻ്റെ ഡേ ടു ഡേ യൂസേജ് മാത്രമേ ഇതിൻ്റെ പെർഫോമൻസ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ IB എന്ന് പറയുന്ന, അല്ലെങ്കിൽ IB എന്ന് പറയുന്ന ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഫോണിൻ്റെ ക്വിക്ക് സ്പെസിഫിക്കേഷൻ. അടുത്തതായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് മെയിനായിട്ടുള്ളത് ഇതിൻ്റെ രണ്ടാമത്തെ ഫോണാണ്, അതായത് Note 1 എന്ന് പറയുന്ന ഒരു ഫോണിനെ പറ്റിയാണ്. അതും മൈക്രോമാക്സിൻ്റെ തന്നെയാണ് ഗൈസ്. സോ ഈ ഫോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡിസൈൻ പറയാം ഗൈസ്. വേറെ ലെവൽ ഡിസൈൻ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ഫോണുകൾക്ക് തന്നെ അന്യായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഉള്ള പല കമ്പനികളും അവരുടെ ഡിസൈൻ വർഷങ്ങളോളം അതേ തന്നെ പിടിച്ചു തൂങ്ങി കിടക്കുന്ന കുറേ കമ്പനികളുണ്ട്. ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്തില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. സോ അങ്ങനെയുള്ള കമ്പനികൾക്കിടയിലോട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റീ എൻട്രിയിൽ മാസമായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ലുക്ക് ഫോൺ തന്നെ അവർ ഇറക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്സ് ഓഫ് മൈക്രോമാക്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതിന് ഡിസ്പ്ലേ ആണ്. സോ 6.7 ഇഞ്ചസിൽ ഒരു ബിഗ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്താണെങ്കിൽ ഫുൾ HD പാനലാണ് നമുക്ക് അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കൂടെ തന്നെ പഞ്ച് ഹോൾ, ഫ്രണ്ട് ക്യാമറയ്ക്ക് വേണ്ടി ഒരു പഞ്ച് ഹോൾ സെൻട്രലായിട്ട് തന്നിട്ടുണ്ട്. സോ ഡീസലായിട്ടാണ് ഇതിൻ്റെ എല്ലാം തന്നെ ആ ഒരു പ്ലേസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഡിസ്പ്ലേ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 21:9 ആണ്. സോ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അത്യാവശ്യം നമുക്ക് ആ ഒരു ഫീൽ, അതായത് ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇതൊരു ഫുൾ HD ഡിസ്പ്ലേ ആണ്, അത് നോട്ട് ചെയ്തോളൂ. നമുക്കടുത്തായിട്ട് ഇതിൻ്റെ ക്യാമറ കാണാം. സോ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് തന്നിരിക്കുന്നത്. വളരെ സൂപ്പർ ഡിസൈനാണ്. നമുക്ക് ഈ ഒരു ഡിസൈൻ നമ്മൾ ആൾറെഡി മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന മൈക്രോമാക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ റീ എൻട്രി ആയിട്ട് വരുന്ന മൈക്രോമാക്സ് എന്ന കമ്പനിയുടെ ആ ഒരു ഫസ്റ്റ് ഫോൺ തന്നെ ഈ ഒരു മാസമായിട്ട് ലുക്ക് വരുമ്പം, അതും ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ നല്ല അടിപൊളി ലുക്കായിട്ട് വരുമ്പോൾ കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. സോ ആ ഒരു ക്യാമറ സെറ്റപ്പിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 8 MB മെയിൻ സെൻസറും 2 MB ഡെപ്തും 5 MB വൈഡ് ആംഗിൾ സെൻസറും കൂടെ തന്നെ 2 MB മാക്രോ ലെൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഡീസൻ്റായിട്ടുള്ള നല്ല അത്യാവശ്യമായിട്ടുള്ള ക്യാമറ സെൻസർ എല്ലാം തന്നെ തന്നിട്ടുണ്ട്. സോ ഈ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ ഗൈസ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്കിവർ മൊത്തത്തിൽ 3 സ്ലോട്ട് തന്നിട്ടുണ്ട് ഗൈസ്. സിം 1 സിം 2 അഡീഷണൽ ആയിട്ട് നമുക്ക് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടും തന്നിട്ടുണ്ട്. സോ മൊത്തത്തിൽ 3 സ്ലോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇവിടെയും 5000 mAh ബാറ്ററിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇവിടെയും ആ 5000 mAh ബാറ്ററി തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് 80 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് തന്നിരിക്കുന്നത്. എന്നാൽ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് സൂപ്പറായിട്ട് കിട്ടും. അതുപോലെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് ബാറ്ററി കപ്പാസിറ്റി, അതായത് ബാറ്ററിയുടെ സെക്ഷൻ വരുമ്പോഴത്തേക്ക് വെരി ഗുഡ് എന്ന് പറയാം ഗൈസ്. സോ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ പ്രോസസ്സറാണ്. ഇതിനെ എല്ലാം ബാലൻസ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സറാണ്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G85 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ ഇത് സൂപ്പർ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇൻക്ലൂഡ് ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ വളരെയധികം പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സും കൂടിയാണിത്. സോ ഇതിൻ്റെ ഡേ ടു ഡേ യൂസേജ് മാത്രമേ ഇതിൻ്റെയും നമുക്ക് കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷൻ കിട്ടുകയുള്ളൂ. തിയറി പ്രകാരം ഈ ഒരു പ്രോസസ്സർ വളരെ സൂപ്പറാണ്. ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈക്രോമാക്സ് ഫോണിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സോ അത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഗൈസ്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 വേരിയൻറ്റിലാണ് ഫോൺ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4GB റാമും 64GB ഇൻ്റർണൽ മെമ്മറിയുമാണ്. സോ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 4GB റാമും 128GB ഇൻ്റർണൽ മെമ്മറിയുമായിട്ടുള്ള 2 വേരിയൻ്റാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബേസിക് വേരിയൻ്റ് ആയിട്ടുള്ള 4GB റാമിൻ്റെ വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 11 രൂപയാണ്. സോ അതായത് 11,000 രൂപ. സോ ഇതിൻ്റെ റേറ്റിനനുസരിച്ച് ഈ പെർഫോമൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഗൈസ്. സോ രണ്ടാമത്തെ വേരിയൻറ്റിൻ്റെ വില എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,500 രൂപയാണ്. സോ ഇതും ഡീസൻ്റ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. സോ ഇതിൻ്റെയും പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് ഡേ ടു ഡേ യൂസേജ് കാണാം ഗൈസ്. സോ ഇത്രയുള്ള ഗൈസ് നമ്മുടെ സ്വന്തം ഫോണായിട്ടുള്ള മൈക്രോമാക്സിൻ്റെ റീ എൻട്രി ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ ആൻഡ്രോയിഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ ടെക് വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്.